സരസ്വതി എഫ് കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി എഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ഏപ്രിൽ 27, കൊല്ലവർഷം 1201, മേടം 14, തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗതാഗത സ്വപ്നങ്ങളുടെ കുരുക്കഴിക്കാൻ മേൽപ്പാലങ്ങൾ നിർമ്മാണം പുരോഗമിക്കുന്നു. വൈദ്യുതി ആവശ്യം ഉയർന്നു, KSEB സമ്മർദ്ദത്തിൽ. ഡിജിറ്റൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി സ്വയം വിവരം നൽകാം. ICUവിലെ സൗകര്യങ്ങൾ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. സരസ്വതി ഓർത്തോ വിഭാഗത്തിലേക്ക് പുതിയ ഡോക്ടർ ചാർജ് എടുത്തു. വാർത്തകൾ വിശദമായി. ഗതാഗത സ്വപ്നങ്ങളുടെ കുരുക്കഴിക്കാൻ മേൽപ്പാലങ്ങൾ. ജില്ലയിലെ 3 പ്രധാന മേൽപ്പാലങ്ങളായ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ, ശ്രീകാര്യം ഫ്ലൈ ഓവർ, വെഞ്ഞാറമൂട് ഫ്ലൈ ഓവർ എന്നിവയുടെ നിർമ്മാണ പുരോഗതി ഇങ്ങനെ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. NH66-ൽ കഴക്കൂട്ടം കാരോട് റീച്ചിലെ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ, പഴയ NH47-ൽ കഴക്കൂട്ടം തിരുവനന്തപുരം റീച്ചിൽ തിരുവനന്തപുരം മെട്രോയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ശ്രീകാര്യം ഫ്ലൈ ഓവർ, MC റോഡിൽ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവർ എന്നിവയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പ്രധാന മേൽപ്പാലങ്ങൾ. വൈദ്യുതി ആവശ്യം ഉയർന്നു, KSEB സമ്മർദ്ദത്തിൽ. വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യം പരിധിക്കപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖല സമ്മർദ്ദത്തിലായെന്ന് KSEB. ഇക്കാരണങ്ങളാൽ ചിലയിടങ്ങളിലെങ്കിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ഇടങ്ങളിൽ ശൃംഖല പുനഃക്രമീകരണത്തിലൂടെയും മറ്റും ഉപയോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് KSEB അറിയിച്ചു. ഡിജിറ്റൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി സ്വയം വിവരം നൽകാം. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി എന്യൂമറേറ്റർ മൊബൈൽ ആപ്പിലൂടെ വിവരശേഖരണം നടത്തുമ്പോൾ ജനങ്ങൾക്ക് സ്വയം വിവരം നൽകാൻ സെൽഫ് എന്യൂമറേറ്റർ പോർട്ടൽ ഉപയോഗിക്കാം. സെൻസസിന്റെ ആദ്യഘട്ടമായി വീടുകളിലെ സെൻസസ് ജൂലൈ 1 മുതൽ 30 വരെ കേരളത്തിൽ നടക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 15 ദിവസത്തേക്ക് സ്വയം വിവരങ്ങൾ നൽകാനാണ് സെൽഫ് എന്യൂമറേറ്റർ പോർട്ടൽ. ICUവിലെ സൗകര്യങ്ങൾ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ICU ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പരിശീലനം, ICUവുമായി ബന്ധപ്പെട്ട പൊതു നടപടിക്രമങ്ങൾ, രോഗിയുടെ അവസ്ഥ അടിസ്ഥാനമാക്കി സമീപത്തെ ആശുപത്രികളുടെ സൗകര്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന GPS അധിഷ്ഠിത ആശുപത്രി ലൊക്കേറ്റർ തുടങ്ങി വിവിധ സൗകര്യങ്ങൾ സംബന്ധിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കാനാണ് നിർദ്ദേശം. സരസ്വതി ഓർത്തോ വിഭാഗത്തിലേക്ക് പുതിയ ഡോക്ടർ ചാർജ് എടുത്തു. ഡോക്ടർ കിരൺ DG, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ. OP സമയം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 1 വരെ. ഈ വിഭാഗത്തിലെ ഞങ്ങളുടെ മറ്റ് ഡോക്ടർമാർ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ്, ഡോക്ടർ അഭിജിത്ത്. അപ്പോയിന്റ്മെന്റ്സിനായി വിളിക്കൂ 047122025898. ബ്രിട്ടനിൽ തലയെടുപ്പോടെ ഒറ്റക്കൊമ്പൻ. മലയാളിയുടെ നാടൻ മാറ്റിന് രാജ്യാന്തര പുരസ്കാരം. ആഗോള പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി കോടഞ്ചേരിക്കാരൻ ഒറ്റക്കൊമ്പൻ. ഈ ഒറ്റക്കൊമ്പൻ തലകുലുക്കി വരുന്ന ആനയല്ല, നല്ല ഒന്നാന്തരം മലയാളി നാടൻ മാറ്റാണ്. കോഴിക്കോടൻ മലയോര മേഖലകളിൽ പ്രധാന കൃഷിയായ ചക്ക, നെല്ലിക്ക, പതിമുഖം തുടങ്ങിയവയുടെ മണവും രുചിയുമുള്ള ഈ നാടൻ വാറ്റ് ലോകത്തിലെ പ്രമുഖ മദ്യ ബ്രാൻഡുകളെ പിന്തള്ളിയാണ് പുരസ്കാരങ്ങൾ നേടിയത്. ബ്രിട്ടനിൽ നടന്ന ലണ്ടൻ സ്പിരിറ്റ് കോമ്പറ്റീഷനിലാണ് ഒറ്റക്കൊമ്പൻ വാറ്റിന് ആഗോളതലത്തിൽ 3 വിഭാഗങ്ങളിൽ വെങ്കല മെഡലുകൾ ലഭിച്ചത്. കായികം. ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റ് പി സ്റ്റാർ തിരുവനന്തപുരം പൊഴിയൂരിലെ കടലോരത്ത് പന്ത് തട്ടി കളിച്ചു വളർന്ന ആ കൊച്ചു പയ്യൻ വെറും 10 മത്സരങ്ങൾ കൊണ്ടാണ് രാജ്യമറിയുന്ന താരമായത്. എബിൻ ദാസ് യേശുദാസ്. പ്രതിസന്ധി വേളകളിൽ അപ്രതീക്ഷിതമായി ചില രക്ഷകർ പിറവിയെടുക്കുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിസന്ധി കാലത്തു മധ്യനിരയിൽ അവതരിച്ച സെന്റ് പീസ് സ്പെഷ്യലിസ്റ്റാണ് താരം. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്ന് ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം അത്യുഷ്ണവും മുൻകരുതലുകളും എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വേനൽക്കാലം താപനില വളരെയധികം അധികരിച്ചതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം കടുത്ത വെയിലിൽ അധിക നേരം ചിലവഴിക്കരുത് എന്നുള്ളതാണ്. ഇനി അഥവാ കുറച്ചു നേരം കടുത്ത വെയിലത്ത് ചിലവഴിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ തണലുള്ള സ്ഥലത്തോ വീടിനകത്തോ എത്തുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം. എന്താണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് നോക്കാം. വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അമിതമായ താപനിലയിൽ നിൽക്കേണ്ടി വരുന്നവർക്ക് ചർമ്മത്തിൽ പൊള്ളലേൽക്കുക സാധാരണമാണ്. അതുകൂടാതെ ആളിന്റെ ശരീരത്തിലെ ജലാംശം വളരെയധികം നഷ്ടപ്പെട്ട് ബ്ലഡ് പ്രഷർ കുറഞ്ഞ് ആൾ ബോധരഹിതനായി വീഴുന്നതിന്റെ അവസ്ഥയാണ് ഈ പറയുന്ന ഹീറ്റ് സ്ട്രോക്ക്. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, അങ്ങനെ ഒരാൾ ബോധരഹിതനായി കണ്ടാൽ ഉടൻ തന്നെ അയാളെ ആ വെയിലത്ത് നിന്ന്, ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണലത്തേക്ക് മാറ്റുക.
നനച്ച തുണി എത്രയും വേഗം, തണുത്ത വെള്ളം കൊണ്ട് നനച്ച തുണി ശരീരത്തിൽ പുതപ്പിച്ച് ചൂട് അകറ്റുക. കോർ ടെമ്പറേച്ചർ അഥവാ ശരീരത്തിന്റെ ഉൾഭാഗത്തെ താപനില കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മാർഗം. അയാൾ ബോധരഹിതനല്ലെങ്കിൽ അയാൾക്ക് കുടിക്കാൻ ധാരാളം വെള്ളം കൊടുക്കുക. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് ഡ്രിപ്പ് കൊടുക്കുകയും മറ്റ് സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹീറ്റ് സ്ട്രോക്ക് ശ്രദ്ധിക്കപ്പെടാതെ കിടന്നുപോയാൽ, ഉദാഹരണത്തിന് ഒരു പാടത്ത് പണിയെടുക്കുന്ന ഏക വ്യക്തിയായിരിക്കാം, വീണുപോയത് ആരും കാണാതെ ഇരിക്കാം, അങ്ങനെയൊക്കെ വന്നാൽ അത് മരണ കാരണമാകാം. ഇനി രക്തം ഗാഠമാവുന്ന അവസ്ഥയിൽ സ്ട്രോക്ക് വരിക, ഹാർട്ട് അറ്റാക്ക് വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓർക്കുക, നമ്മുടെ വെളിമ്പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ കടുത്ത ചൂടുള്ള സമയം വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. രാവിലെയും വൈകുന്നേരവുമായി വർക്കിംഗ് ടൈം പരിമിതപ്പെടുത്തുക. ഒരു 11:30-ക്ക് ശേഷം 3 മണി വരെ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. ധാരാളം തണുത്ത വെള്ളം കുടിക്കുക. ശരീരം കവർ ചെയ്യുക. ഇതൊക്കെയാണ് ശരീരത്തിൻ്റെ കോർ ടെമ്പറേച്ചർ കൂടാതിരിക്കാനുള്ള മാർഗം. ഓർക്കുക, തണുപ്പ് പോലെ തന്നെ പ്രധാനമാണ് അമിതമായ ചൂടും. ശരീരത്തിന് ഒരു പരിധിവരെ വിയർപ്പും മറ്റു കാര്യങ്ങൾ കൊണ്ടും പിടിച്ചു നിർത്താൻ കഴിയും. അത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കോമ്പൻസേറ്ററി മെക്കാനിസം നഷ്ടപ്പെടുകയും രോഗി അവശനാവുകയും ചെയ്യും. സൂര്യതാപം, ഹീറ്റ് സ്ട്രോക്ക് തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങൾ, മുൻകരുതലുകൾ എടുത്താൽ മതിയാവും. ഇനി മറ്റൊരു വിഷയമായി അടുത്ത ഞായറാഴ്ച വരെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അവിനാഷ് കൃഷ്ണൻ രാവിലെ 9 മുതൽ 12 വരെ, ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9072442098 അല്ലെങ്കിൽ 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ.